സൗത്ത് ഇന്ത്യൻ ഡിഷായ ചിക്കൻ മഹാറാണി ഉണ്ടാക്കാം. അതിനായി 1 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീര്, 1 നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ. ഈ ചിക്കനിലേക്ക് ചേർക്കാനുള്ള സ്പൈസസ് എല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് ഒരു 10 ബദാം, 10 കാഷ്യൂനട്ട്, ഒരു 5 ഉണക്കമുളക്, ജീരകം, ഷാജീരകം, പെരുംജീരകം, വലിയ ജീരകം, 1 പട്ട, 1 ടീസ്പൂൺ മല്ലി, 1 ജാതിപത്രി, 1 ടീസ്പൂൺ കുരുമുളക്, 5 ഏലക്ക, 5 ഗ്രാമ്പു. ഇത്രയാണ് ഇതിൽ വേണ്ട സാധനങ്ങൾ. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തി കൂടെ ചേർക്കണം. ആദ്യം ഒരു കടായി അടുപ്പിൽ വെച്ച് കടായി ഒന്ന് ചൂടാകുമ്പോൾ ഈ സ്പൈസസ് എല്ലാം ഇട്ടൊന്ന് ചെറുതായി മൂപ്പിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ചെറുതായി മൂക്കട്ടെ. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ ചെറുതായി ഒന്ന് മൂത്തിട്ടുണ്ട്. ബദാം, കാഷ്യൂ, ഉണക്കമുളക്, ചെറുതായി മൂത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കാനായി നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ലാസ്റ്റ് ചേർക്കാനായി മല്ലിയില, തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഇത്രയും കൂടെ നമ്മൾ ഇതിൽ ചേർക്കണം ലാസ്റ്റ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ. ഞാൻ ഈ ഓയിലാണ് ഉപയോഗിക്കുന്നത്. പറവളി സൺഫ്ലവർ ഓയിൽ. ഓയിലൊന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ ഈ ഓയിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴലട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ആ വറുത്തെടുത്ത മസാലകളൊന്ന് പൊടിച്ചെടുക്കാം. ബൗളെടുത്ത് അതിലേക്ക് കൂടെ ഒന്ന് പൊടിക്കാൻ നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ബൗളിലോട്ട് മാറ്റാം. ഇതെല്ലാം കുറച്ചുകൂടെ മുക്കാൻ ഉള്ളിയൊക്കെ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഒന്ന് സൈഡിലോട്ട് മാറ്റിയ ശേഷം കുറച്ച് ഓയിലൊന്ന് കോരി മാറ്റാം. ഉള്ളിയൊക്കെ ഒരുവിധം ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മളതിൽ നിന്ന് ഇത്രയും സൺഫ്ലവർ ഓയിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
നല്ലതുപോലെ വഴറ്റും. നമുക്ക് അരപ്പം 4 ടേബിൾ സ്പൂൺ തൈര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒന്ന് ചിക്കനിൽ മിക്സ് ചെയ്യുന്നു. പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. ആദ്യം നമ്മൾ ചിക്കൻ കുറച്ച് ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണേ ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് നമുക്കൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കും. പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. ഏകദേശം 15 മിനിറ്റോളം ആവാറായി. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊന്ന് നോക്കാം. കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അടപ്പം തുറക്കാം. ചിക്കൻ മഹാറാണി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഓഫ് ചെയ്യാം. ചെയ്ത ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി തണുക്കുന്നതിനെ അടച്ചു വയ്ക്കാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈ കറി വേകുന്നതിനായി നമുക്ക് ഏകദേശം 20 മിനിറ്റ് എടുത്തു. ഇതിൻ്റെ അടപ്പം തുറക്കാം. ചിക്കൻ മഹാറാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കുറച്ച് നമുക്കൊരു ബൗളിൽ എടുക്കാം. ബാക്കി പിന്നെ ചിക്കൻ മഹാറാണി റെഡി.
എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റാണിത്.